മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദൈവം അച്ഛൻ്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ആ കുഞ്ഞിന് രണ്ടാം ജന്മം. സമൂഹ മാധ്യമങ്ങളിലടക്കം കൈയടിയോടെ ഒരൽപ്പം ചങ്കെടുപ്പോടെ കാണുന്ന ഒരു വീഡിയോയുണ്ട്. റെയിൽവേ ട്രാക്കിലേക്ക് അബദ്ധവശാൽ വീഴുന്ന കുഞ്ഞ്, എതിർവശത്തിൽ നിന്ന് പാഞ്ഞെടുക്കുന്ന ട്രെയിൻ. ഒന്നും നോക്കാതെ സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛൻ ട്രാക്കിലേക്ക് ചാടി വീണു. കുഞ്ഞിനെയും പൊത്തിപ്പിടിച്ച് ട്രാക്കിനോട് ചേർന്ന് കിടന്നു. ട്രെയിൻ മുകളിലൂടെ പാഞ്ഞുപോയി. കുറച്ച് ആശങ്കയോടെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതെങ്കിലും ആ അച്ഛൻ്റെ ധൈര്യവും, ഏതൊരു കുഞ്ഞിനും അച്ഛനുണ്ടാകും അല്ലെങ്കിൽ മാതാപിതാക്കൾ കൂടെയുണ്ടാകും, അവരുടെ ജീവൻ പോലും കൊടുത്തിട്ടാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രയത്നങ്ങൾ നടത്തും എന്നതിൻ്റെ ഒരു തെളിവ് കൂടെയായിട്ട് ഈ ഒരു വീഡിയോ മാറുകയാണ്. പുറപ്പെടാൻ തുടങ്ങിയ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് പാളത്തിലേക്ക് വീണ് ഒരു പിഞ്ചു കുഞ്ഞ് ഇത്തരത്തിൽ ആശങ്കയിലാകുന്നത്. ഓടുന്ന ട്രെയിനിന് അടിയിൽ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചത്ത് ചേർത്ത് കിടന്ന ഈ പിതാവിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബംഗ്ലാദേശിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അച്ഛൻ്റെ ശ്രദ്ധ ഒരു നിമിഷം മാറിയതോടെ കുഞ്ഞ് ട്രെയിൻ പാളത്തിലേക്ക് വീഴുന്നു. പക്ഷേ മറുത്തൊന്നും ചിന്തിക്കാതെ അച്ഛൻ ചാടി വീണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ലോക്കൽ ട്രെയിനിലാണ് ആ പിതാവും കുഞ്ഞും ഉൾപ്പെട്ട കുടുംബം യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് വിവരം. ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ വൈകിയാണ് സ്റ്റേഷനിലെത്തിയത്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ ശേഷമാണ് കുടുംബം പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ പിതാവിന്റെ കയ്യിൽ നിന്നും കുട്ടി അബദ്ധത്തിൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ നിന്നും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനും ഇടയിലുള്ള ഇടുങ്ങിയ വിടവിലൂടെ കുട്ടി നേരെ റെയിൽവേ പാളത്തിലേക്കാണ് വീണത്. കുട്ടി പാളത്തിൽ വീണത് കണ്ട പിതാവ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടുന്ന ട്രെയിനടിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ഛൻ പാളത്തിൽ കിടന്നു. മുകളിലൂടെ ട്രെയിൻ വലിയ വേഗതയിൽ കടന്നു പോകുമ്പോൾ പരിഭ്രമിച്ച കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ പിതാവ് കുഞ്ഞിനെ അനങ്ങാൻ അനുവദിക്കാതെ മുറുകെ പിടിച്ചു രക്ഷപ്പെടുത്തി. ട്രെയിൻ പൂർണ്ണമായും കടന്നു പോയതിനു ശേഷമാണ് അവരവിടെ നിന്ന് മാറിയത്. കുഞ്ഞിന് ജീവന് ഒരു കവചമായിട്ട് ആ അച്ഛൻ നിലകൊണ്ടു എന്നുള്ളത് കയ്യടി നേടുകയാണ്. ട്രെയിൻ കടന്നുപോയ ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാരും മറ്റ് യാത്രക്കാരും ഓടിയെത്തി ഇരുവരെയും പുറത്തെടുത്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, നിസ്സാരമായ പരുക്കുകളോടെയാണ് ഇരുവരും രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. സ്വന്തം ജീവൻ പോലും നോക്കാതെ കുഞ്ഞിനെ രക്ഷിച്ച പിതാവാണ് യഥാർത്ഥ ഹീറോ എന്നതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പ്രധാനപ്പെട്ട കമന്റുകൾ. അതേസമയം മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു അമ്മയുടെ സ്നേഹം എത്രമാത്രമുണ്ട്, മരണത്തിലും സ്വന്തം കുഞ്ഞിനെ വിട്ടു നൽകാത്ത ഒരു അമ്മ എന്ന തരത്തിലാണ് ആ ചിത്രം പ്രചരിക്കുന്നത്. ജബൽപൂരിൽ നടന്ന ഒരു അപകടത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്ന തരത്തിലാണ് അമ്മ മകനെ നെഞ്ചോട് ചേർത്ത് മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ പ്രചരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ഫേക്ക് ന്യൂസ് ആണ്. അങ്ങനെ ഒരു ചിത്രം തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജബൽപൂർ കളക്ടർ നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ അമ്മയുടെയും മകന്റെയും ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരിക്കുമ്പോൾ പലരും ആ മാതൃത്വത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൈയടിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അത്തരത്തിലൊരു പ്രതികരണം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൽ പോലും തോൽപ്പിച്ച മാതൃത്വം, പ്രാണൻ പോകുമ്പോഴും വിടാത്ത ആ കൈകൾ. ആ അമ്മയ്ക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ഓളം തല്ലുന്ന പരപ്പിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ തൻ്റെ സ്വന്തം ശ്വാസം നിലച്ചാലും നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിൻ്റെ നെഞ്ചിടിപ്പ് നിലയ്ക്കരുതെന്ന് ആ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. മധ്യപ്രദേശിലെ ബർഗി ഡാമിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു കാഴ്ച. വെറുമൊരു വാർത്തയല്ല, ലോകത്തെയുള്ള സകല അമ്മമാരുടെയും സ്നേഹത്തിന്റെ ആഴമളക്കുന്ന നീറുന്ന നോവാണ്. നെഞ്ചോട് ചേർത്ത് വച്ച നിധി. രക്ഷാപ്രവർത്തകർ വെള്ളത്തിനടിയിൽ നിന്ന് ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടെടുത്തപ്പോൾ കണ്ട കാഴ്ച കണ്ടുനിന്നവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ജീവൻ വെടിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കൈകൾ അഴിഞ്ഞിരുന്നില്ല. താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റിനുള്ളിൽ ആ കുഞ്ഞിനെ ഒരു സുരക്ഷിത കവചമെന്ന പോലെ പൊതിഞ്ഞു പിടിച്ച് മരണത്തിന്റെ ഇരുട്ടിലും ഒരു കാവൽ വിളക്കായി ആ അമ്മ നിന്നു. അമ്മയെന്ന ഒരേ ഒരു ലോകം. ലൈഫ് ജാക്കറ്റിന്റെ സഹായത്തോടെ അമ്മയ്ക്ക് നീന്തി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ തൻ്റെ കുഞ്ഞിനില്ലാത്തൊരു തീരത്ത് കയറിപ്പോകുന്നതിനേക്കാൾ അവനൊപ്പം ആഴക്കടലേക്ക് മറയാൻ ആ മനം കൊതിച്ചിട്ടുണ്ടാകണം. പ്രാണൻ വെടിയുമ്പോഴും തൻ്റെ കയ്യിലിരുന്ന നിധിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അമ്മ ചേർത്തു പിടിച്ചു. മരണത്തിന് കൊടും തണുപ്പിലും
മരണത്തിന്റെ കൊടും തണുപ്പിലും ആ കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മാറിന്റെ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ലോകത്തോട് വിട പറയുമ്പോഴും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അമ്മയുടെ പ്രണയത്താൽ പൊതിയപ്പെട്ടവനായിരുന്നു ആ കുഞ്ഞ്. അണയാത്ത സ്നേഹത്തിന് പ്രണാമം. യാത്രകൾ അവസാനിക്കുന്നത് പലപ്പോഴും തീരങ്ങളിലാണെങ്കിലും ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും യാത്ര അവസാനിച്ചത് ദൈവത്തിന്റെ മട്ടിലാണ്. സ്വന്തം ജീവൻ ബലികഴിച്ച് കുഞ്ഞിനെ കാത്ത ആ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ വാക്കുകൾ നിശബ്ദമാകുന്നു. മരണത്തിന് പോലും വേർപെടുത്താൻ ഈ മാതൃസ്നേഹത്തിന് മുന്നിൽ കണ്ണീരോടെ പ്രണാമം. ആ അമ്മയാണ്. അമ്മ നൽകുന്ന സ്നേഹം പോലെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നൊക്കെയാണ് പോസ്റ്റ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യ ഫോട്ടോയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കുന്നത്. പക്ഷേ വാർത്ത യാഥാർത്ഥ്യമാണ്. ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ഒരു അപകടമായിരുന്നു ഉണ്ടായത്. അതിൽ ഈ പറയുന്ന അമ്മയും കുഞ്ഞും മരണപ്പെട്ടതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ അമ്മയ്ക്ക് ഒരു കുഞ്ഞുകൂടെ ഉണ്ട്. ആ ഒരു മകളുടെ കരച്ചിൽ അത് ഈ കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒന്നടങ്കം വേദനയോടെ കാണുന്ന ഒരു കാഴ്ചയാണ്. അമ്മയും സഹോദരനും നഷ്ടപ്പെട്ട വേദനയിൽ അലമുറയിട്ട് കരയുന്ന ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയേണ്ടതും നമുക്ക് യാഥാർത്ഥ്യമാണ്. അതായത് സ്വന്തം അമ്മ മുങ്ങിത്താഴുന്നത് നേരിട്ട് കാണുകയായിരുന്നു ആ കുഞ്ഞ്. അത് വിതുമ്പി കരഞ്ഞുകൊണ്ട് അമ്മയുടെ ആ ഒരു അവസ്ഥ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്ന ആ ഒരു കുഞ്ഞിനോട് മാപ്പ് എന്നുള്ള രീതിയിൽ പിതാവ് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ജബൽപൂർ ബോട്ട് അപകടത്തിലാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതേസമയം ഇതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പെൺകുട്ടി അവരുടെ നടക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് രംഗത്തേക്ക് വരുന്നുമുണ്ട്. മധ്യപ്രദേശിലെ ബർഗി ഡാമിന് സമീപം നർമ്മദ നദിയിൽ ക്രൂയിസ് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ടവരായ അമ്മയെയും സഹോദരനെയും മരണപ്പെടുന്ന കാഴ്ച നേരിട്ട് കാണേണ്ടി വന്നത്. സന്തോഷത്തോടെ തുടങ്ങിയ ബോട്ട് യാത്ര അത് കണ്ണീരിൽ അവസാനിച്ചതിൻ്റെ ഒരു വേദന ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ ഒരു പതർച്ചയിൽ തന്നെയാണ് ആ കുട്ടി. ബോട്ട് തലകീഴായി മറഞ്ഞു. പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ കപ്പലിൽ വെള്ളം നിറഞ്ഞു. എൻ്റെ അമ്മയെയും സഹോദരനെയും കാണാനില്ല. മുത്തശ്ശനെ എനിക്ക് തിരികെ കിട്ടി. കണ്ണുകളിൽ ഭയവും വേദനയും നിറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്. നർമ്മദാ നദിയിലെ ബർഗി ഡാമിൽ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ശക്തമായ കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതും അതിന്റെ ഭാഗമായി ക്രൂയിസ് ബോട്ട് മറയുന്നതും 9ഓളം പേർ മരണപ്പെടുകയും ചെയ്യുന്നത്. 4 വയസ്സുള്ള മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത് ബോട്ട് അപകടത്തിൽ നിന്ന് നടക്കുന്ന ദൃശ്യങ്ങൾ എന്ന തരത്തിൽ പിന്നീട് വാർത്തകൾ പ്രചരിക്കുകയായിരുന്നു. ഭർത്താവിനും മകൾക്കുമൊപ്പമാണ് ഇവർ യാത്ര ചെയ്തത്. ഇതിൽ മകളും പിതാവും രക്ഷപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. എല്ലായിടത്തും നിലവിളി മാത്രമായിരുന്നു. ബോട്ട് മുങ്ങിക്കൊണ്ടേയിരുന്നു. ആളുകൾ സഹായത്തിനായി കരയുകയായിരുന്നുവെന്നും ജബൽപൂർ സ്വദേശിയായിട്ടുള്ള സായിദ് റിയാസ് ഹുസൈൻ അപകടത്തിന് നേർക്കാഴ്ച പങ്കുവച്ച് പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയിട്ടുണ്ട്. അപകടം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടതോടെ അതിജീവനത്തിലുള്ള പ്രതീക്ഷകളും മങ്ങുകയായിരുന്നു. തൻ്റെ ഭാര്യയെയും കൊച്ചുമകനെയും സഹോദരനെയും ഇനി രക്ഷപ്പെടുത്താനാകില്ല, കണ്ടെത്താനായില്ല എന്നുള്ള വേദനയിലായിരുന്നു സായിദ് റിയാസ്. ശക്തമായ കാറ്റിൽ നദി പ്രക്ഷുബ്ധമായതോടെ യാത്രക്കാർ പരിഭ്രാന്തരാവുകയും ബോട്ട് കരയിലേക്ക് തിരിക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ പരിഭ്രാന്തികൾക്കിടയിൽ ഈ വിളികൾ ജീവനക്കാർക്ക് കേൾക്കാൻ സാധിച്ചില്ല. നിയന്ത്രണം വിട്ട ബോട്ട് ഒഴുകി നീങ്ങുകയും പിന്നീട് മറയുകയുമായിരുന്നു. ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്ന ഏതാനും യാത്രക്കാരെ നാട്ടുകാർ ചേർന്ന് കയർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി. 5 കുട്ടികളടക്കം 9 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഹുസൈന്റെ കുടുംബാംഗങ്ങളും കാണാതായവരുടെ പട്ടികയിലുണ്ട്. സൈന്യം, NDRF, അതുപോലെ തന്നെ SDRF എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ പിന്നീട് പുരോഗമിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് മധ്യപ്രദേശ് ടൂറിസം മന്ത്രി ധർമ്മേന്ദ്ര ഭവ് സിംഗ് ലോധ് അറിയിച്ചിരിക്കുന്നത്.